ഹലോ ഫ്രണ്ട്സ്, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പുതുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മൊബൈലിൽ കളിക്കാൻ പറ്റിയ ഏറ്റവും അടിപൊളിയായിട്ടുള്ള 5 ബസ്സില്ലാത്ത ഗെയിംസ് ഏതാണെന്ന് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. ഗൂഗിളിൽ നമ്മുടെ ജെമിനി, ChatGPT അപ്പോൾ അതിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ലിസ്റ്റിങ്ങിൽ വന്നതിൽ 5ാം സ്ഥാനത്ത് അതേപോലെ തന്നെ 4ാം സ്ഥാനത്തൊക്കെ നിൽക്കുന്നത് ഞാൻ അങ്ങനെ കളിച്ചിട്ടില്ല, അതുവരെ കേട്ടിട്ടുള്ള ഗെയിമല്ല. പ്രോട്ടോൺ ബസ് സിമുലേറ്റർ, അതേപോലെ തന്നെ വേൾഡ് ബസ് സിമുലേറ്റർ, അങ്ങനെയൊക്കെയുള്ള ഗെയിംസാണ് 5ഉം 4ഉം സ്ഥാനത്തൊക്കെ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ അതുപോലെ 3ാമത്തെ സ്ഥാനത്ത് ബസ് സിമുലേറ്റർ ഈവോ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമുണ്ട്, അതാണ്. പിന്നെ നമ്മളെപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗെയിം, അതായത് നമ്മൾ എപ്പോഴും ഫുൾ ടൈം കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയാണ്. കേരള ബസ് സിമുലേറ്റർ ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ളതുകൊണ്ടായിരിക്കും ആ ഒരു ലിസ്റ്റിൽ തന്നെ കണ്ടില്ല. പിന്നെ ചെറിയ ഗെയിമാണല്ലോ, അപ്പോൾ ഭയങ്കര സൈസുള്ള ഗെയിമൊന്നുമല്ലല്ലോ, അപ്പോൾ അതായിരിക്കും. പിന്നെ അപ്പോൾ 2ാം സ്ഥാനത്താണ് നമ്മളിപ്പോൾ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ ഗെയിം വന്നേക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്താണ് 2ാം സ്ഥാനത്ത് ഇങ്ങനെ വന്നിരിക്കണേ. അപ്പോൾ ഞാനിത് വേറെയിലും സെർച്ച് ചെയ്ത് നോക്കി. ആദ്യം ജെമിനിയിൽ സെർച്ച് ചെയ്ത് നോക്കി, ChatGPTയിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും സെയിം തന്നെ 2ാം സ്ഥാനത്താണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ വന്നേക്കുന്നത്. അപ്പോൾ 1ാം സ്ഥാനത്തുള്ള ഗെയിം ഏതാണെന്ന് വെച്ചാൽ ബസ് സിമുലേറ്റർ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. അപ്പോൾ അതാണ് 1ാം സ്ഥാനത്ത് വന്നേക്കുന്നത്. അപ്പോൾ അതെന്ത് ഇത് ബേസിക്സിലാണ്, അല്ലാതെ എങ്ങനെയാണ് അത് ഫസ്റ്റ് വന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൽ സെർച്ച് ചെയ്തപ്പോൾ കാണിച്ചത് കുറേ ഡൗൺലോഡ് കൂടുതലുണ്ടെന്നാണ്, 350 മില്യനോ അങ്ങനെ എന്തൊക്കെയാണ് കാണിച്ചത്. അപ്പോൾ ആ ഒരു ഗെയിം നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാൻ പോവാണ്. ഇതിന് മുമ്പ് ഞാൻ കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ബസ് സിമുലേറ്റർ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ ഗെയിം. അപ്പോൾ ആ ഒരു ഗെയിം 1ാം സ്ഥാനത്തുള്ള ഗെയിം നമുക്ക് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഈ ഗെയിം പ്ലേ കണ്ടതിന് ശേഷം താഴത്ത് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഗെയിം, ബസ് സിമുലേറ്റർ അൾട്ടിമേറ്റ് ഇന്ത്യ. അപ്പോൾ ഇത് ഞാൻ തോന്നുന്നു ബസ് സിമുലേറ്റർ അൾട്ടിമേറ്റ് എന്ന് അടിച്ചപ്പോൾ ഇതാണ് കണ്ടത്. 4.3 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, 767 MB ആണ് സൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് കളിച്ച് നോക്കാം. ജസ്റ്റ് പ്ലേ കൊടുത്തിട്ടുണ്ട് ഞാൻ. ZUUKS ഇത് തന്നെയാണ് നമ്മൾ ജെമിനിയിൽ നോക്കിയപ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തന്നെയാണ് ഗെയിം. അപ്പോൾ എന്തായാലും ലോഡാവട്ടെ. ഹിന്ദിയാണല്ലോ എന്താ സംഭവം, ബസ് സിമുലേറ്റർ അൾട്ടിമേറ്റ് ഹിന്ദിയാണ് മൊത്തം. ലാംഗ്വേജ് എങ്ങനെയാണ് മാറ്റാമെന്ന് നോക്കട്ടെ ആദ്യം. നാമ ചോദിക്കണ്ടേ, കമ്പനി നാമായിരുന്നു ചോദിച്ചത് ആദ്യം. എന്തായാലും 2ഉം സൈസ് എടുക്കട്ടെ. എന്നിട്ട് മേക്ക് കൊടുത്തു, അൺലിമിറ്റഡ് ലീഗ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഈ ലാംഗ്വേജ് ഒന്ന് മാറ്റി ഇംഗ്ലീഷ് ആക്കാൻ പറ്റും നോക്കാം. ഏറ്റവും അടിയിലായിട്ട് ഒരു സെറ്റിങ്സിൻ്റെ സൈൻ കാണുന്നുണ്ട്. അപ്പോൾ ആ സെറ്റിങ്സ് ജസ്റ്റ് എടുക്കുക. ഭാഷ ഇവിടെ ഹിന്ദിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മാറ്റി ഇംഗ്ലീഷ് ആക്കാം. ഇപ്പോൾ ഇംഗ്ലീഷ് അതിൻ്റെ എല്ലാം. അപ്പോൾ ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് മാറ്റാൻ പറ്റും. അതിനുശേഷം ഇവിടെ സേവ് കൊടുക്കുക. അപ്പം ഇപ്പോൾ ഇംഗ്ലീഷ്, ഇപ്പോൾ ഒക്കെ ഇംഗ്ലീഷ് ആയിട്ട്. അപ്പോൾ ഇവിടെ മുകളിൽ ക്രിയേറ്റ് റൂട്ടുണ്ട്, അപ്പോൾ അത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഗെയിം തുടങ്ങാം. ഭോപ്പാലുണ്ട്, നാഗ്പൂർ ഉണ്ട്. ഭോപ്പാൽ ചൂസ് ചെയ്യാം, നാഗ്പൂർ യൂസ് ചെയ്യാം, അക്സെപ്റ്റ് കൊടുക്കാം. ഗെയിം ഓപ്പൺ ആയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കളിച്ച് നോക്കാം. ഇവിടെ സ്നാപ്സ് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, സ്റ്റിയറിംഗ് വീലിൻ്റെ ഓപ്ഷൻ ഉണ്ടോ എന്ന് മിനിറ്റ് നോക്കട്ടെ. സ്റ്റിയറിംഗ് മാറ്റാൻ എനിക്ക് വലിയ അറിയില്ല, കാരണം ഞാൻ ജസ്റ്റ് ഇപ്പോൾ കളിച്ചു തുടങ്ങിയല്ലോ. പിന്നെ മുകളിൽ കുറേ ഓപ്ഷനുകളുണ്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വലിയ പിടുത്തില്ല. പിന്നെ ക്യാമറ ആംഗിൾ മാറ്റാൻ ഈ ഒരു സംഭവം നടത്തിയാൽ മതി. അപ്പോൾ ഈ ഒരു ആംഗിളുകളൊക്കെയാണ് ഉള്ളത്. മുമ്പിൽ നിന്നുള്ള ആംഗിളുണ്ട്, മുകളിൽ നിന്നുള്ള ആംഗിളുണ്ട്, 360 ഡിഗ്രി ആംഗിളുണ്ട്. നമ്മുടെ വണ്ടിയുടെ പേര് സൈഡിലും മുമ്പിലൊക്കെ എഴുതിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇത് അമർത്തിയ ഡോറ് ക്ലോസ് ചെയ്യും മുകളിലത്തെ. അത്യാവശ്യം കൺട്രോളൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട്. ഇൻറ്റീരിയർ വ്യൂ ഇട്ട് ഓടിച്ചു നോക്കാം, അത് നല്ലത്. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വ്യൂ വരുന്നത്. സ്റ്റിയറിങ്ങൊക്കെ തിരിക്കുന്നൊക്കെ കാണാൻ കൊള്ളാം. ഗ്രാഫിക്സൊക്കെ അത്യാവശ്യം അടിപൊളിയാണ് ഇതിൻ്റെ. പിന്നെ ഇതിൽ വണ്ടികളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ജസ്റ്റ് ഇപ്പോൾ കയറ്റുള്ളൂ. പിന്നെ ഇതിൽ ഒറ്റ കൈ കൊണ്ട് തിരിക്കുക, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ തിരിച്ചെടുക്കും, അത് കൊള്ളാം. നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് പുറത്തിറക്കി നോക്കാം. അപ്പോൾ ഇതിൽ ഗ്രാഫിക്സൊക്കെ കൊള്ളാം. മുകളിൽ ആ സൂര്യൻ്റെ ആ ലൈറ്റൊക്കെ നല്ല കളറിങ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് മുമ്പിലത്തെ ലുക്ക്, ഇതാണ് മുകളിലത്തെ ലുക്ക്. ഇത് 360 ഡിഗ്രി ലുക്കാണ്. അപ്പോൾ എന്തായാലും ഇത്ര തന്നെയാണോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത് ബെസ്റ്റ് ബസ് സിമുലേറ്റർ ഗെയിമായിട്ട് നിങ്ങൾക്ക് തോന്നിയോന്ന് ജസ്റ്റ്
താഴത്തൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ അതേപോലെ തന്നെ ഇതിൽ വണ്ടികളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് നോക്കിയിട്ട് വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ ബൈ.